No. നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്നൊരു ഊട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുമായിരുന്നു കേട്ടോ വർക്കിലൊക്കെ. അപ്പം ഒരു എസ്കേപ്പ് എന്നോണം പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഊട്ടിയിലോട്ട് വിടാമെന്ന്. അപ്പോൾ തലേന്ന് തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഒറ്റ ബാഗിലാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച്. കാരണം ഒരുപാട് ലഗേജായ ബൈക്കും കൂടി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോരുത്തർ ചെന്നിട്ട് ഇത് മാറ്റി വെക്കാനും എടുക്കാനും ഒക്കെ കേട്ടോ. ഓൾറെഡി നമ്മൾ റൈഡിങ് ജാക്കറ്റ്സും കൂടിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു റെയിൻ കോട്ട് എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നല്ല മഴക്കോളുള്ള ടൈമായിരുന്നു കേട്ടോ. അത് കൊടൈക്കനാൽ ഇതുപോലെ ഞങ്ങൾ പോയപ്പം മഴ പെയ്ത് പണി കിട്ടിയതാണ്. അപ്പം ആൾ വണ്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു, കാറ്റ് നോക്കി, കാറ്റ് ഫില്ല് ചെയ്തു, എന്നിട്ട് യാത്ര തുടങ്ങി. ഇതാ കണ്ടില്ലേ മഴ. റെയിൻ കോട്ട് എടുത്ത് എത്ര നന്നായി. പക്ഷേ ഇത് ചെറിയ ചാറ്റിലായതുകൊണ്ട് ഞങ്ങൾ പിന്നെ റെയിൻ കോട്ട് എടുത്ത് ഇടാൻ വേണ്ടി മെനക്കെട്ടില്ല കേട്ടോ. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ശരവണ ഭവനിൽ നിന്ന് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. ആക്ച്വലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല ഈ പോകുന്ന നേരത്ത് ഫുഡ് കഴിക്കാൻ. മോഷൻ സിക്നസ് ഉള്ളവർക്ക്, എനിക്ക് മോഷൻ സിക്നസ് ഉണ്ട്, അതുകൊണ്ട് ഈ വളവും തിരിവൊക്കെ ആകുമ്പം വാള് വയ്ക്കാൻ വേണ്ടി വരും കേട്ടോ. ഞങ്ങളങ്ങനെ ഒരിടത്ത് ഇറങ്ങി നിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കണ്ട മരങ്ങളൊക്കെ നമ്പർ എഴുതി വെച്ചേക്കുമായിരുന്നു കേട്ടോ, മുറിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടപ്പോൾ വിഷമായി. ദാ കിടക്കണം, മോഷൻ സിക്നസ് അടിച്ച് കിളി പോയിട്ട് ഒരിടത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുക. അവരെന്നെ കളിയാക്കുന്നുണ്ട് വാൾ വയ്ക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്ക് പരീക്ഷാ പൂക്കളുടെ മരം കണ്ടു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു, പക്ഷെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല, കിളി പോയിരിക്കുമായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റെഡി ആയപ്പോഴത്തേനും ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാട് കടകൾ നോക്കി, അത്ര സെറ്റായി തോന്നിയില്ല. പിന്നെ ഇവിടെ കയറി ഞാൻ ജസ്റ്റ് പൊറോട്ടയും ഒരു വെജിറ്റബിൾ കറിയും പറഞ്ഞു. അവൻ ഊണും പറഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെയുള്ള കറികളൊന്നും ഇഷ്ടമല്ല, പുറത്ത് പോകുമ്പോൾ കഴിക്കുന്നത്. അതിലൊരു മസാല കുത്തലുണ്ടല്ലോ, അതെനിക്ക് പറ്റത്തില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് 2-3 തവണ കഴിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരു മടുപ്പ് തോന്നും. അതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചില്ല. ഒന്നാമേ ഇങ്ങനെ വയ്യാണ്ടും കൂടി ഇരിക്കുകയല്ലേ. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് വയറൊന്ന് ഫുള്ളാക്കി ഒരു ആരോഗ്യമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അപ്പം ഞങ്ങൾ മെയിൻലി ലോക്കൽ ഡെസ്റ്റിനേഷനൊക്കെ കവർ ചെയ്യാനാണ് കേട്ടോ പ്ലാൻ. മിക്കപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്, ഭയങ്കര ക്രൗഡായിട്ടുള്ള പ്ലേസസിൽ പോകത്തില്ല. ലോക്കലി ഉള്ള ഏരിയാസൊക്കെ ഇതുപോലെ നിർത്തി, ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടേതായിട്ടുള്ളൊരു രീതിക്കായിരിക്കും ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുക കേട്ടോ. അങ്ങനെ ഈ ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. ആ വെള്ള പൂക്കളൊക്കെ പൂത്തിരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഊട്ടിപ്പൂവ് ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. കുറച്ച് ലേറ്റായി. ഞങ്ങൾ 2:30 ആയപ്പോൾ 2:30 ആകുമ്പോൾ നമ്മൾ എത്തേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ കയറി. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തു. നല്ല ഇടി വെട്ടുന്നുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് വിചാരിച്ചു അതെ നൈസ്. പറഞ്ഞ് തീർന്നില്ല. വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് എടുത്തപ്പോഴേക്കും പെരുമഴ. പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഹെൽമെറ്റിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഓർത്ത് സൈഡിൽ കണ്ടൊരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നിൽക്കാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മഴയൊക്കെ തോർന്നിട്ട് പോകാമെന്ന്. അങ്ങനെ അടുത്ത് കണ്ടൊരു ചായക്കടയിൽ കയറിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ മഴ ഒരു രീതിക്കും തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടിട്ട് റൂമിലോട്ട് വിട്ടു. ഞങ്ങൾ റൂമിൽ 5:30 ആയപ്പോൾ എത്തി. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകാം. നല്ല തണുപ്പും മഴയുണ്ട്. ഒരാൾക്ക് ഇവിടെ ചെറുതായിട്ട് പനിയൊക്കെ അടിച്ച് കഞ്ചാവ് ഡോറേ കണക്ക് ഇരിപ്പുണ്ട്. മേക്കോറിപ്പ് വരും. പാരസിറ്റമോൾ ഗുളിക കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഇറങ്ങിയിട്ട് എഴുന്നേറ്റ് എനിക്ക് വിശക്കണേന്ന് നിലവിളിയായിരുന്നു. പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ. നല്ല കാച്ചാണല്ലോ. ഇന്നെന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവം അല്ലല്ലോ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോൾ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം.
ഇത് ഞങ്ങളുടെ സ്റ്റേയുടെ അടുത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രിയിൽ എല്ലാ ലൈറ്റും ഇങ്ങനെ തിളങ്ങിക്കുന്ന കാണാൻ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അടുത്താണ് കേട്ടോ സ്റ്റേ എടുത്തത്. അതാകുമ്പം എല്ലാ പ്ലേസസും ആക്സസിബിൾ ആയിരിക്കുമല്ലോ. അങ്ങനെ രാത്രി നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു കൊതി, ഒരു ഐസ്ക്രീം കഴിച്ചാലോ. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി ഐസ്ക്രീമും കുറച്ച് ജങ്ക് ഫുഡ്സും ഒക്കെ വാങ്ങി. വിചാരിച്ചു ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് ഹെൽത്ത് ഒന്നും നോക്കണ്ട, ഒന്ന് ചില്ല് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. റൂമിൽ പോയിട്ട് നല്ലൊരു മലയാളം ഫിലിമൊക്കെ ഇട്ട് കണ്ട് സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഭയങ്കര വർക്ക് പ്രഷറിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഒരു എസ്കേപ്പ് എന്നോണം ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. സോ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയപ്പോൾ ഉണ്ടല്ലോ അപ്പുറത്തെ വീട്ടിൽ 2 പട്ടിക്കുട്ടന്മാർ. പിന്നെ എൻ്റെ കെട്ടിയവൻ പട്ടീനെ നോക്കി റൂം മറന്നു, വേറെ ഒരു റൂമിൽ കയറാൻ വേണ്ടി പോയി. പിന്നെ അതിനെയും വിളിച്ചെടുത്തുകൊണ്ട് വന്ന് റൂമിൽ കയറി ഞങ്ങളങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ലൊക്കേഷൻസ് ഇങ്ങനെ തപ്പി എടുത്തു വെച്ചു. ഇന്നെന്താണ് പ്ലാൻ? നമ്മൾ 3 സ്ഥലങ്ങളിലാണ് പോകുന്നത്. എല്ലാം കൂന്നൂർ ഭാഗത്തേക്കുള്ള 6 മണിക്ക് ഇറങ്ങാൻ നിന്നാണ് ഓൾവേസ് ആസ് എക്സ്പെക്റ്റഡ്. നമ്മളെല്ലാം പാക്ക് ചെയ്തു തിരിച്ച്. ഇനി ഇതൊക്കെ വണ്ടിയിലൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഉടനെ ഇറങ്ങും. ഇന്നലെ അത്യാവശ്യം അത്ര വലിയ തണുപ്പില്ലായിരുന്നല്ലേ, പക്ഷെ ഭയങ്കര മഴയായിരുന്നെങ്കിലും വിചാരിച്ചത്ര തണുപ്പില്ലായിരുന്നു. പക്ഷെ എനിക്കിത്ര തണുപ്പില്ലായിരുന്നു. യൂഷ്വലി ഞാനാണ് തണുപ്പ് സഹിക്കാത്തത്, പക്ഷേ കൊച്ചി ഭയങ്കര തണുത്തുറച്ച്. അപ്പോൾ ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ പോണ വഴിക്ക് പറയാം. ബൈ ബൈ. അപമാനം. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് ആക്ച്വലി കൂന്നൂർ ട്രെയിനിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. അതിൻ്റെ വിഷമം നല്ലതുപോലെ ഉണ്ടായിരുന്നു. എന്നാലും പോട്ടെ, നെക്സ്റ്റ് ടൈം പിടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നമ്മുടെ ലഗേജൊക്കെ വണ്ടിയിൽ തിരിച്ച് പാക്ക് ചെയ്ത് വയ്ക്കുമായിരുന്നു. അതിനുശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. തലശ്ശേരി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. അത് കേരള റെസ്റ്റോറൻറ്റാണ്. ഫുഡൊക്കെ നല്ലതായിരുന്നു, പക്ഷേ നല്ല കത്തി റേറ്റ് ആയിരുന്നു കേട്ടോ. ഈ പോകുന്ന വഴിക്ക് നിങ്ങൾ മുകളിൽ ശ്രദ്ധിച്ചാൽ വലിയൊരു ശിവലിംഗം കണ്ടോ? ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാണാൻ പോകുന്ന വഴിക്കൊക്കെ ഈ വെള്ള പൂക്കളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലോക്കലി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോയപ്പം ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വെട്ടൻ സിനിമയിലെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. ആ പൂ ദേവദൂതൻ സിനിമയിലൊക്കെ ആ പൂക്കളും ഉണ്ട്. അപ്പോൾ എനിക്ക് സിനിമയായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ന്യൂസ് സിനിമാസ് അല്ലേ, അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങളങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് ചുമ്മാ റാൻഡംലി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു വെച്ചു. നല്ല ഭംഗിയായിരുന്നു. തിരക്ക് ആൾക്കാരില്ലാത്ത സ്ഥലമായതുകൊണ്ട് ചൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു. ഒരു റഷില്ല. നമ്മുടെ ടൈമിൽ നമുക്ക് എൻജോയ് ചെയ്യാം, എത്ര നേരം വേണമെങ്കിലും ഇറങ്ങി നിൽക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അങ്ങനെയായിരുന്നു. No. Oh my God, you broke my kunyi heart. ഇത് കെറ്റി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഒരുപാട് ഫിലിംസിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഊട്ടി ട്രെയിനിനെ കണ്ട് വിഷമത്തോടെ അടുത്ത തവണ എന്തായാലും ഊട്ടി ട്രെയിനിൽ ഞങ്ങൾ കയറിയിരിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടെയാണ് ഞങ്ങൾ ബാക്കി യാത്ര അങ്ങോട്ട് തിരിച്ചത്. പിന്നെ അല്ല, സെറ്റാക്കിയിരിക്കും. പിന്നെ ഞങ്ങൾ എല്ലാവരും ലാംസ്ഡോക്കിലോട്ടുള്ള യാത്രയാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ നല്ല കോടയുണ്ട്. ഇവിടെ ആക്ച്വലി ഈ ടീ പ്ലാന്റേഷനിൽ നമ്മൾ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കത്തില്ലേ, അവിടെയാണ് കേട്ടോ ഇത്. ഇവിടെ ബേസിനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ടീ പ്ലാന്റേഷനിലും 1ഉം 2ഉം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും മറ്റ് മൃഗങ്ങളൊന്നും വന്ന് ഈ ടീ പ്ലാന്റേഷനൊന്നും നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവരെ വളർത്തുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ നടു റോഡിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. കുത്തിയിരുന്നെങ്കിൽ ചത്തുപോയിന്, അത് വേറെ കാര്യം. ലാംസ്ഡോക്കിലോട്ട് പോകാൻ ബൈക്കിനും കാറിനും പ്രത്യേക എൻട്രി ഫീ ആണ് കേട്ടോ. ഞങ്ങൾക്ക് ബൈക്ക് ആയതുകൊണ്ട് 10 രൂപയായിരുന്നു തോന്നുന്നു. ലാംസ്ഡോക്കിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഉണ്ട് എൻട്രി ചാർജ്. ഒരാൾക്ക് 30 രൂപയോ 40 രൂപയോ എന്തോ കണ്ടാണ് കേട്ടോ ചാർജ് വരുന്നത്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇനി നിങ്ങൾ ഈ വിഷ്വൽസ് ഒന്ന് നോക്കിയേ. ഇതൊട്ടും ക്ലിയർ ഇല്ലല്ലേ? അതെൻ്റെ കുഴപ്പമല്ല, അത്രയ്ക്ക് കോടയായിരുന്നു, മഴയും ചാറുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ ഇങ്ങനെ തിരിച്ച് വരണ്ട, എനിക്ക് തിരിച്ച് നാട്ടിൽ പോകണ്ട എന്ന് തോന്നിപ്പിച്ച് നിർത്തത്തില്ലേ, അത് ഈ പോയിൻ്റാണ് കേട്ടോ. അത്രയ്ക്ക് കോട. നിങ്ങളൊന്ന് നോക്കിയേ, ഈ മഞ്ഞിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് പോകാൻ തോന്നില്ലേ? പോകാൻ തോന്നില്ലേ? നോക്ക് ബാക്കിയും കൂടി.
എങ്ങനെയുണ്ട് മുതലാളി? ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഹെൽമെറ്റൊക്കെ തിരിച്ചെടുത്തിട്ട് നേരെ ബജ്ജിയും ചായയും കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് നല്ല വിശപ്പടിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ആക്ച്വലി ഞങ്ങളെ പറ്റിച്ചു. ഞങ്ങൾക്ക് 3 ബജ്ജി ഒരു പരിപ്പുവട തന്നു. ഈ പുള്ളി പറഞ്ഞു ഞാൻ 5 തന്നു നിലവിളിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, എൻ്റെ വീഡിയോ ഉണ്ട് ചേട്ടാ, കണ്ടു നോക്ക് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലോഗർ ആവണേൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, നമുക്ക് എല്ലാത്തിനും പ്രൂഫുണ്ട്. അതേ ഞങ്ങൾ അവിടെ ബജ്ജിക്കുള്ള കറക്റ്റ് കാശ് കൊടുത്തിട്ട് ഇപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ചായ വാങ്ങിക്കുടിച്ചു. അത് ആക്ച്വലി നല്ല സ്പൈസ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു സാധനം തന്നാ നീ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെയും വേണ്ട പൂവും വേണ്ട എന്ന് പറഞ്ഞാ ഇല്ലേ? ഇന്നിതെന്തോന്നു നീയല്ലേ? അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ്. പോവാ. പോകുന്ന വഴിക്ക് വേറൊരു കിടുക്കാച്ചി സീനറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഒരു ബസ് സ്റ്റാൻഡ്, അതിൻ്റെ തൊട്ട് പിന്നാലെ മൊത്തം ടീ പ്ലാന്റേഷനാണ്. അതിന് ചുറ്റുമോ നിറയെ മരങ്ങളും പൂക്കളൊക്കെ പൊഴിഞ്ഞ് കിടന്നിട്ട് മഞ്ഞയും പരീക്ഷാ പൂക്കളും അടിപൊളിയായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് അവനും കുറച്ച് പട്ടിഷോ അതിനിടയ്ക്ക് കാണിച്ചു. എല്ലാം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു ഓർമ്മയില്ലേ? ഇതാണ് കേട്ടോ ഡോൾഫിൻ ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് ബൈക്കിനും കാറിനും സെപ്പറേറ്റ് എൻട്രി ടിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആൾക്കാർക്കും വേറെ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ബൈക്കിന് എനിക്ക് തോന്നുന്നു 10 രൂപയാണ് വാങ്ങിയത്. പിന്നെ ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് 25 or 30 rupees ആയിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഡോൾഫിൻ്റെ നോസ് കണക്കൊരു ആകൃതിയിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേര്. ദൂരെ നോക്കുവാണെങ്കിൽ വെള്ളച്ചാട്ടവും കാണാം കേട്ടോ. ഇവിടെ നിറച്ച് കുരങ്ങന്മാരുടെ ഫോട്ടോഷൂട്ടും ഞങ്ങൾ എടുത്തായിരുന്നു. പുറത്ത് സ്റ്റോൾസൊക്കെ ഉണ്ട് കേട്ടോ, കോണൊക്കെ അവിച്ചത്. പക്ഷെ കാര്യമില്ല, വാങ്ങിക്കഴിഞ്ഞാൽ കുരങ്ങൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അവിടെ വെച്ചിട്ട് എൻ്റെ ക്ലിപ്പൊക്കെ കളഞ്ഞു പോയി. ഞാൻ വെച്ച് കുരങ്ങൻ എടുത്തുകൊണ്ട് പോയായിരുന്നു, പക്ഷെ കിട്ടി കേട്ടോ. കുരങ്ങനെ വെറുതെ ഞാൻ സംശയിച്ചു. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ബേസൻ. ദൂരം നോക്കുകയാണെങ്കിൽ കാണാൻ പശുക്കുട്ടിയെ പോലെ തന്നെ ഉണ്ടല്ലേ, പക്ഷേ ആളൊരു കില്ലാടിയാണ്. ഈ കാണുന്ന അമ്പലത്തിൽ എന്താണെന്നറിയാം, അന്നദാനമായിട്ട് കൊടുത്ത് നെയ്ച്ചോറും ചിക്കൻ കറി. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം ബ്ലോക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ സ്ട്രോബെറി ഫാം ഡെസ്റ്റിനേഷൻ കട്ട് ചെയ്തു. നെക്സ്റ്റ് ഊട്ടി ട്രിപ്പിന് എന്തായാലും ഈ ടോയ് ട്രെയിനും സ്ട്രോബെറി ഫാമിൽ ഞങ്ങൾ പോയിരിക്കും. ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ടോയ് ട്രെയിൻ പോകാൻ വേണ്ടി ഗേറ്റ് അടച്ചിട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇതിൻ്റെ പിന്നാലെ പോയതിനെ ചേസ് ചെയ്യാമല്ലോ എന്ന്. ഇത് പോണ കണ്ടപ്പോൾ സന്തോഷവും തോന്നി, സങ്കടവും തോന്നി. ഇതിലിരുന്ന് പോവേണ്ടതാണല്ലോ, ടിക്കറ്റ് കിട്ടുന്നിട്ടല്ലേ. പിന്നെ വിഷമമൊക്കെ ഉള്ളിൽ ഒതുക്കി നെക്സ്റ്റ് ടൈം എന്തായാലും പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലോട്ടുള്ള യാത്ര തിരിച്ചു കേട്ടോ. പോകുന്ന ടൈമിൽ നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് മനസ്സൊക്കെ ഒന്ന് റിലാക്സായി ആകെ മൊത്തം റിലീവ്ഡ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പോകുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ കഴിക്കാൻ കയറി മീൻചട്ടി എന്ന് പറയുന്നൊരു കടയിലാട്ടോ കഴിക്കാൻ കയറി. നല്ല അൽഫാമൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ.